ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വേദേനെ കാണാൻ വേണ്ടി വേദ തന്നെ വിട്ടു പോകാനുള്ള കാരണം അറിയാൻ വേണ്ടി വിക്രം വേദേനെ കാണാൻ വേദയുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ. ശ്രീകാന്ത് അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിലും അവിടെ പിടിയും വലിയും ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും വേദ വിക്രമിനെ കാണാൻ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ വളരെ മോശമായിട്ടാണ് വിക്രമിനോട് വേദ സംസാരിക്കുക ചെയ്യുക കേട്ടോ. വിക്രമിന് പറയാനുള്ളതൊന്നും കേൾക്കാൻ വേദ തയ്യാറാവുന്നുണ്ടാവില്ല. താനുമായിട്ട് ഒത്തുപോകാൻ, അതായത് വിക്രമുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനിയും തൻ്റെ കൂടെ, വിക്രമിൻ്റെ കൂടെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് വേദ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ. അത് വിക്രമിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. പക്ഷെ ആ വീട്ടിലുള്ള പലർക്കും മനസ്സിലാവുന്നുണ്ട് വേദ സ്വയം 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 എടുത്ത തീരുമാനമല്ല വിക്രമിനെ ഉപേക്ഷിച്ച് പോരുക എന്നുള്ളത്. വേദ സ്വയം എടുത്ത തീരുമാനമല്ല, വേദ വേറെ ആരുടെയോ പ്രേരണയ്ക്ക് വഴങ്ങി അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണെന്ന് വേദയുടെ അനുജത്തിക്കും വേദയുടെ അമ്മയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കാരണം മാത്രം ആർക്കും വ്യക്തമാവുന്നില്ല. ആരോടും പറയാൻ വേദ തയ്യാറാവുന്നില്ല കേട്ടോ. വിക്രമിനും മനസ്സിലാവുന്നുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും വേദ തന്നെ വിട്ട് പോവില്ല. അത്രമാത്രം അവൾ തന്നെ സ്നേഹിച്ചിരുന്നു. ആരോടും പറയാതെ അവൾ ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തതാണ്. ഇത്രയും പ്രശ്നങ്ങൾ, ഇതിലും വലിയ പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ കാരണം വേദയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രീനിവാസൻ കാരണം തൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും തന്നെ വിട്ടുപോകാതെ തൻ്റെ കൂടെ നിന്നാൽ തന്നെ ഒന്നിനും വിട്ടുകൊടുക്കാതിരുന്ന വേദയ്ക്ക് പെട്ടെന്ന് എങ്ങനെ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെ വിക്രം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമ് മനസ്സിലാക്കുന്നുണ്ട് വേദ സമാനസാലെ എടുത്ത തീരുമാനമല്ല, വേദ ആരുടെയോ പ്രേരണയ്ക്ക് വഴങ്ങി എടുത്ത തീരുമാനമാണ്. അതിൻ്റെ കാരണം കണ്ടെത്താനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ പിന്നീട് വിക്രം. ഒരിക്കലും വേദനെ നഷ്ടപ്പെടുത്തി കളയാൻ, വേദ ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിക്രം മനസ്സിലാക്കി വരുന്ന നിമിഷങ്ങളായിരുന്നു. അപ്പോൾ വേദേനെ എങ്ങനെയും വീണ്ടെടുക്കണം, സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തി വേദ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായി വേദയുടെ കൂടെ ജീവിക്കാൻ വിക്രം ഒരുപാട് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ അതിനുള്ള ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്കാണ് വിക്രം വാസവനെ കണ്ടുമുട്ടുന്നത്. വാസവനാണ് വിക്രമിന് ഒരു വഴികാട്ടിയാവുന്നത്. അല്ലെങ്കിൽ വിക്രമുമായിട്ട് പ്രശ്നങ്ങളൊക്കെ വാസവന് ഉണ്ടായിരുന്നെങ്കിലും വാസവൻ അതൊക്കെ ക്ഷമിക്കാനും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി വിക്രമിനെ കൊല്ലാൻ ശ്രീകാന്തിൻ്റെ അമ്മായിയപ്പനും പറയുമ്പോൾ വാസവൻ മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിക്കുന്നുണ്ടെങ്കിലും വാസവന് ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കില്ല വിക്രമിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വാസവൻ ഒരിക്കലും തയ്യാറാവില്ല. പിന്നെ ഇവർ സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് തൻ്റെ അഭിമാനം ഒക്കെ കാക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ തന്നെ വാസവന് പല സംശയങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നാളെ എൻ്റെ മകനും ഈ ഗതി വരില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നുള്ളൊരു സംശയം വാസവൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. കാരണം വിക്രമിന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും അവർ താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ തൻ്റെ മകൻ ഇത്രയും ഒരു കൊടും ക്രിമിനലായിരുന്നു, ഇങ്ങനെ പല വൃത്തികേടുകളും ചെയ്തിട്ടുള്ള ഒരാളായിട്ട് പോലും തൻ്റെ മകനെ അംഗീകരിക്കാൻ അവർ പിന്നീട് സമ്മതിക്കൂ? ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ നാളെ എൻ്റെ തലയിൽ തന്നെ അവർ കെട്ടിവെക്കില്ല എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ലല്ലോ എന്നൊക്കെ വാസവൻ്റെ മനസ്സിൽ ചിന്തകൾ ഓടിമറയുന്നുണ്ട്. അപ്പോൾ വാസവൻ ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വാസവൻ ചതിക്കപ്പെടും എന്നുള്ള മനോഭാവം വാസവൻ ഉണ്ടാവുകയും വാസവൻ ഈ കാര്യങ്ങളെല്ലാം വിക്രത്തിനെ കണ്ട് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമെല്ലാം വിക്രം അത് തള്ളിക്കളയും. വിക്രം ഇയാളോട് സംസാരിക്കാൻ കൂട്ടാക്കുകയും ചെയ്യില്ല. കാരണം ശ്രീനിവാസിൻ്റെ ശത്രുവും അവരുടെ ശത്രുവൊക്കെ ആയിരുന്നു. വിക്രമിനെയും തട്ടിക്കൊണ്ടു പോയതൊക്കെ ആണല്ലോ. അപ്പോൾ ആദ്യമൊന്നും വാസവനോട് സംസാരിക്കാൻ വിക്രം തയ്യാറായില്ലെങ്കിലും പിന്നീട് വിക്രം വാസവനോട് സംസാരിക്കുകയും വാസവൻ എല്ലാ കാര്യങ്ങളും വിക്രത്തിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി ഇത്ര ദിവസം 3 ദിവസം ഒളിവിൽ പാർപ്പിച്ചതൊക്കെ ശ്രീകാന്താണ്. അത് വേദേനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു അയാളുടെ ഉപായമായിരുന്നു. അതിലയാൾ വിജയിക്കുകയും ചെയ്തു. അയാളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ്, തൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവൻ്റെ ഭീഷണി ഭയന്നിട്ടാണ് വേദ തിരിച്ച് വേദയുടെ വീട്ടിലേക്ക് പോയതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ വാസവൻ വിക്രമിനെ ധരിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സഹായിച്ചാലും പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേദ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ വിക്രമിനെതിരെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ വേദ ഫയൽ ചെയ്യും. അത് കഴിഞ്ഞ് ശ്രീനിവാസൻ്റെ വലം കൈയായി നീ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കൊക്കെ എത്തുമ്പോൾ അതിലുണ്ടാവുന്നൊരു വാക്ക് തർക്കത്തിൻ്റെ ഇടയിൽ തന്നെ കൊല്ലാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. അതിൽ ഞാനത് നല്ല രീതിയിൽ ചെയ്ത് തീർത്താൽ, അല്ലെങ്കിൽ നിന്നെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ മകനും വേദയുടെ അനിയത്തിയായിട്ടുള്ള
വിവാഹ നിശ്ചയം അതിൻ്റെ തൊട്ടാഴ്ച അവർ എല്ലാവരെയും വിളിച്ച് നടത്തും എന്നൊരു വാഗ്ദാനമാണ് അവരെനിക്ക് തന്നിരിക്കുന്നത്. സ്വന്തം അനിയത്തീനെ ഇത്രയും നീചമായിട്ട് ചതിക്കുന്ന ഒരാൾ എന്നെയും ചതിക്കില്ല നാളെ എന്ന് ഒരുറപ്പും എനിക്കില്ല. അവരെന്നെ ചതിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് ചതിക്കുമെന്നൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പക്ഷേ അവരോട് തീർത്തും അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ വിക്രമും വേദയും നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണ്. വർഷയും അല്ല നിൻ്റെ വേദയുടെ അനിയത്തിയും എൻ്റെ മകനും തമ്മിലുള്ള വിവാഹത്തിനൊക്കെ നിങ്ങൾ സമ്മതിച്ചതും അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള നിങ്ങളോട് എനിക്കൊരു തരത്തിലുള്ള വൈരാഗ്യവുമില്ല. പിന്നെ എൻ്റെ മകന് നിന്നോടില്ലാത്ത ദേഷ്യവും വൈരാഗ്യമൊന്നും എനിക്കും നിന്നോടില്ല. നിന്നെ കൊല്ലാനൊന്നും ഒരിക്കലും എനിക്ക് പറ്റില്ല. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും പകയൊന്നുമില്ല. എൻ്റെ മകനെ നീ ഉപദ്രവിച്ചു എന്നൊരു ഇതിനാണ് നിന്നോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയല്ലോ. അതുകൊണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വാസവൻ എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ വാസവൻ പറയുന്നുണ്ട്, നാളെ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വേദ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. നിന്നെയും നിൻ്റെ വീട്ടുകാരെയും മുൻനിർത്തിയാണ് ശ്രീകാന്ത് ഈ കളിയെല്ലാം കളിക്കുന്നത്. ഒരു നീച കൃത്യമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദയ്ക്ക് ചിലപ്പോൾ വേദയുടെ വീട്ടിൽ പോലും സുരക്ഷിതത്വം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ഇതൊക്കെ കേട്ട് വാസുവിനോട് നല്ല രീതിക്ക് അവർ പിരിയുന്നുണ്ട്. എന്നിട്ട് നേരെ വിക്രം പോകുന്നത് വേദേനെ കാണാൻ തന്നെ ആയിരിക്കും കേട്ടോ. വേദേനെ കാണാൻ വേണ്ടി വേദയുടെ ഓഫീസിലേക്ക് വിക്രം ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊക്കെ ധരിപ്പിക്കുന്നുണ്ട് കേട്ടോ. വാസുവിനെയും കൂട്ടി ചെന്നിട്ടാണ് വേദ ഇതെല്ലാം ധരിപ്പിക്കുന്നത്. വാസുവിൻ്റെ കയ്യിൽ ഇവരെ കണ്ടതിൻ്റെയും ഇവർ പറഞ്ഞതിൻ്റെയും തെളിവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വാസവനെ മുൻനിർത്തി തന്നെ വേദയോട് വിക്രം സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വേദേനെ ധരിപ്പിക്കുന്നുണ്ട്, നിൻ്റെ ചേട്ടൻ്റെ ഭീഷണിക്ക് വഴങ്ങി നീ എന്നെ വിട്ടു പോവരുത്. നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല വേദ. നീ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത്. ഇനി ഒരിക്കലും നിനക്ക് ഇഷ്ടമില്ലാത്തൊരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. പക്ഷേ എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും പറ്റും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റും എന്ന് വിചാരിച്ച് നീ എന്നെ വിട്ടു പോവരുത്. നിനക്ക് നിൻ്റെ ഏട്ടൻ തന്ന വാക്ക് അയാൾ ഒരിക്കലും പാലിക്കില്ല. അത്രയും അയാൾ എന്താണ് ഏതാണ് നീ മനസ്സിലാക്കിയതാണ്. എൻ്റെ അച്ഛൻ അയാൾ എന്ത് ചെയ്തു അതിനുള്ള പകരം ഞാൻ എന്തായാലും ചോദിച്ചിരിക്കും. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഒരു ആപത്തും വരില്ലേ, എനിക്കൊരു ആപത്തും ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ അയാൾ കൂട്ടിക്കൊണ്ടുപോയത്. അതിനപ്പുറത്ത് അയാൾ വേറെ കളികൾ കളിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ലേ. എന്നെ വക വരുത്തുക എന്നൊരു ചിന്ത മാത്രമേ അയാളുടെ മനസ്സിലുള്ളൂ. അത് നീ ആ വീട്ടിൽ തിരിച്ചെത്തിയാലും അയാളത് നടപ്പിലാക്കും. എന്നിട്ട് നിന്നെ ദർശനമായിട്ട് വിവാഹം കഴിപ്പിക്കാനാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നെ മറന്ന് നിനക്ക് വേറൊരു വിവാഹം കഴിക്കാൻ പറ്റുമെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് തന്നെ നിന്നോളൂ, എനിക്കതിനൊരു കുഴപ്പമില്ല. പക്ഷേ സത്യം അറിഞ്ഞിട്ടും നിന്നോടത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഇനി നിനക്ക് എന്ത് വേണിച്ച് തീരുമാനിക്കാം. എൻ്റെ വീട്ടിൽ ആലോചിക്കുക, അല്ലാതെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം. നിനക്ക് വേണ്ടി എൻ്റെ വീടിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടുണ്ടായിരിക്കും. ആരോടും ചോദിക്കാതെ ആരോടും അനുവാദം ചോദിക്കാതെ നീ കയറി വന്ന വീട് നിന്നെ എന്നും സ്വീകരിക്കാൻ വേണ്ടി തുറന്നിരിക്കുന്നുണ്ടായിരിക്കും. ആ വീട്ടിൽ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. നിനക്ക് വരാമെങ്കിൽ വരാമെന്ന് പറഞ്ഞ് വിക്രം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെയും വാസുവിൻ്റെയും വെളിപ്പെടുത്തലുകൾ വേദനെ ഒരുപാട് ഞെട്ടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേദ തൻ്റെ വീട്ടിലെത്തി എല്ലാവരും വിളിച്ചു വരുത്തി ശ്രീകാന്തിനെ അപമാനിക്കുന്നുണ്ട്. ശ്രീകാന്ത് കാരണമാണ് താൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതെന്നും ഒരു തരം ക്രിമിനലായിട്ട് വിക്രമിനേക്കാളും പക്ക ക്രിമിനലായി പ്രവർത്തിക്കുന്നത് ശ്രീയേട്ടനാണ് എന്നുള്ളത് എല്ലാവരുടെ മുന്നിലും വേദ തെളിയിക്കുന്നുണ്ട്. ശ്രീയേട്ടൻ്റെ ഭീഷണിക്ക് വഴങ്ങി മാത്രമാണ് ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. വിക്രമിൻ്റെ വീട്ടുകാരെയും വിക്രമിൻ്റെ അച്ഛനെയും അപായപ്പെടുത്താനൊക്കെ ശ്രീയേട്ടൻ ശ്രമിക്കുന്നുണ്ട്. വിക്രമിനെ കൊല്ലാൻ പോലും ശ്രീയേട്ടൻ മടിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വേദയുടെ അച്ഛൻ്റെ മുന്നിലും വേദയുടെ വീട്ടുകാരുടെ മുന്നിലും തെളിയിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വേദ എല്ലാവരുടെയും അനുവാദത്തോടെ വേദ തിരിച്ച് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇത് വരാൻ പോകുന്നൊരു എപ്പിസോഡാണ്. വേദയും വിക്രമും ഒരിക്കലും പിരിയില്ല. കൂടുതൽ ആവേശത്തോടെ അല്ലെങ്കിൽ കൂടുതൽ സ്നേഹത്തോടെ അവർ ഒന്നിക്കുന്ന എപ്പിസോഡ്സ് വരാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്